കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഗെറ്റ് റെഡി വരും. ആദ്യം തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ലിപ് ബാം, അതും ഡേംഡോക്കിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. അതിൻ്റെ ഫ്ലേവർ നമ്മുടെ വാനില എന്തോ സംതിങ് ആണ് ഫ്ലേവർ. അത് നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം നല്ല കട്ടിയുള്ള ലിപ് ബാമാണ്. അപ്പം കുറച്ചേറെ നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ ഡേംഡോക്കിൻ്റെ സെറം, കൂടുതലും ഡേംഡോക്കിൻ്റെ സെറമാണ് നേരത്തെ തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിന് നമ്മളിങ്ങനെ 3 ഡ്രോപ്പ് മുഖത്തിട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോഴത്തെ ചൂടല്ലേ, എന്തോ ചൂടാ, പുറത്തോട്ടിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ സെറത്തിന് പുറത്ത്, സെറം തേച്ചതിൻ്റെ പുറത്താണെങ്കിൽ സീക്കയുടെ ഒരു സൺസ്ക്രീനാണ്, ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീനാണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഈ സൺസ്ക്രീൻ അടിപൊളി സൺസ്ക്രീനാണ്. ഒരു വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ലപോലെ പെട്ടെന്ന് ബ്ലെൻഡായി പോകുന്നുണ്ട്. നല്ലൊരു സൺസ്ക്രീനാണ്. നമ്മൾ കഴുത്തിനൊക്കെ ഇട്ട് കൊടുത്തു. പിന്നാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം കണ്ണൊന്ന് എഴുതാം. ഇപ്പം ഡാസ്ലറിൻ്റെ വെച്ചിട്ട് കണ്ണെഴുതിയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ പുരുകം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു. ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയുടെ ഒരു നല്ലൊരു ഷെയ്ഡാണ് അത്, ആ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്, അതും ഞാൻ മുകളിലത്തെ ലിപ്പിൽ മാത്രം ഇട്ടിട്ട് മൊത്തത്തിൽ ബ്ലെൻഡ് ആക്കും. അപ്പോൾ ഭയങ്കര കളറാവും. എന്നിട്ട് അത് ബാലൻസ് കൈ വരുന്ന ചുമ്മാ ബ്ലഷൊക്കെ ആക്കാവുന്നങ്ങോട്ട്, എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് പിന്നാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ. ചുമ്മാ വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യടേ.